പിന്നെ ഗ്യാസിന്റെ ഏരിയയാണ് ഇവിടെയാണ് ദോശ മറ്റേ കള്ളപ്പം ഓരോ ദിവസം ഫുഡിന്റെ മെനു വ്യത്യസ്തമായിട്ടാണ്. എല്ലാവരുടെ അടുത്തും പോയി എന്താണ് ആഗ്രഹം മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ മെനു ക്രിയേറ്റ് ചെയ്തത്. എല്ലാവരുടെ അടുത്തും പോയി ചോദിച്ചിട്ടുണ്ട് ആഗ്രഹങ്ങളൊക്കെ. കാരണം ഭക്ഷണത്തിലാണ് നമുക്കൊരാളെ തൃപ്തിപ്പെടുത്താനാകും. അപ്പം അതില് ഒരെണ്ണം മാത്രം ഒരു മെനു പറഞ്ഞെങ്കിൽ മാത്രം ഒന്ന് മാത്രം നടപ്പിലാക്കാനായിട്ടില്ല. അത് ഇടിയപ്പമാണ്. ഇടിയപ്പം ആവൂല. ഇത്രയും പേരില്ലേ, ഇത്രയും പേർക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇടിയപ്പം നിന്നാൽ കുറെ പേർക്ക് ആഗ്രഹം വല്ലപ്പോഴും ഓർഡർ ചെയ്ത്. പിന്നെ അത് തേങ്ങ ചേർക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപോലെ സിനിമാണ് നീരാവിയാണ് ചെന്ന് പറയുന്നത്. നമ്മൾ കുഴപ്പമില്ല സ്മൂത്തായി സാധാരണ ഐറ്ററാക്കുമ്പോൾ എടുക്കണം. നമുക്ക് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ പിന്നെ ഇവിടെ എല്ലാം കാരണം ഇവിടെയുള്ള എല്ലാ വെള്ളവും അല്ലെങ്കിൽ എല്ലാ ദിവസവും കഴിച്ച വെള്ളം എളുപ്പത്തിൽ ചെയ്യാനാണ്. ഇവിടെ നല്ല വെള്ളം ഇട്ടാഴ്ചയോടെ വെള്ളം ഫിൽറ്റർ ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പുറത്തെ പുതിയ ബ്ലോക്കിന്റെ അപ്പുറത്തെ പ്ലാന്റ് ദിവസമായിട്ട് ഉറക്കം കിട്ടില്ല. കാരണം ഒരു പ്രശ്നം തീരുമ്പോഴത്തേക്ക് അടുത്ത് തരും. ഇങ്ങനെ അടിച്ച് വയ്ക്കുക. അപ്പം ഞങ്ങൾക്കിത് പോരാ. ഞങ്ങൾക്ക് ഇതിൽ അതായത് രാവിലെ ഒരു 8:30 8:45 ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനാവുന്നില്ല. ഇത് ഉപയോഗിച്ച് കുറവാണ്. പിന്നെ ഇത് വെള്ളയപ്പവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് അപ്പുറം വെക്കും, ഇവിടെ വെക്കും. അപ്പുറം ഇപ്പുറം നിന്ന് വെള്ളയപ്പം ചട്ടിയിലാക്കി 6 ഒരുമിച്ച് കിട്ടും. പിന്നെ ഇത് അരിൻ്റെ ഗോഡൗണാണ്, സ്റ്റോറാണ്. ഇതിൻ്റെ വഴി അപ്പുറത്ത് റോഡുണ്ട്. റോഡ് നേരെ വന്ന് വണ്ടി ഉള്ളിലേക്ക് കയറ്റിയ ചെയ്യില്ല. പിന്നെ കിച്ചണിലെ നേരിട്ട് എടുക്കില്ല ഒരു സാധനം. അതിന് ഒരു സിസ്റ്റം ഉണ്ട്, അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുകയും ചെയ്യും. നമുക്ക് നേരിട്ട് എടുക്കില്ല. സ്റ്റോർ കീപ്പർ വഴി അവിടെ എടുത്ത് എത്ര കിലോയാണോ അത് കിലോ കണക്ക് നമുക്ക് ഓഫീസിൻ്റെ അപ്രൂവൽ പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കൂ. പച്ചക്കറിയൊക്കെ വെക്കുന്ന അത് നേരിട്ട് കിട്ടാൻ വേണ്ടിയായിട്ട് ഇങ്ങനത്തെ ഒരു സ്പൈസ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അത് വിറക് കട്ട് ചെയ്യുന്നത് മിഷ്യനാണ്. വിറക് കട്ട് ചെയ്ത് നേരെ വിറക് ഇറക്കി വിറക് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വലിയ വലിയ കീറാമുട്ടി കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതിങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ വരുന്നതിന് മുമ്പേ ഇത് നിറക്കണം. പിന്നെ അങ്ങോട്ടേക്ക് പോത്ത്, പശു, ആട്, കോഴി ഇതൊക്കെ പണിക്ക് ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്, ഒരാളുണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെയുള്ളവർ സഹായിക്കും. പശുവിന് പാല് കിട്ടും, പക്ഷെ എന്നാലും പുറത്തുനിന്ന് വാങ്ങും. പിന്നെ ഇവിടെയുള്ളവരൊക്കെ നമ്മളെ സഹായിക്കും. ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്കുള്ള ഇവർക്ക് നമ്മളെ കണ്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ളവരുണ്ട്, കോഴിനെ നോക്കാനും പശുവിനെ നോക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അവർക്കൊരു മൂടുണ്ട്, ഇല്ലെങ്കിൽ പശു 4 ദിവസം വെള്ളം കുത്തൂല. നമ്മളൊന്ന് ശ്രദ്ധിക്കണം.